വന്ന് കാണൂ. എനിക്ക് പറയുന്നതിന് കുറെ പരിധികളുണ്ട്. പക്ഷെ സിനിമ നല്ല സിനിമയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. താങ്ക് യു. എല്ലാരും ചോദിച്ചിറങ്ങിയിരുന്നത് അതാണ്. ആണോ, എങ്ങനെയുണ്ട്? ഇല്ല, ഇനി എന്താന്ന് പറഞ്ഞാല് ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ളവർക്ക് ഒരു സ്പോയിലർ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരുപാട് ഇമോഷൻസും അതിന്റെ പിന്നിലെ കഥകളും ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ സിനിമ കണ്ടതിന് ശേഷം ഒരു ദിവസം ഈ സിനിമയിലേക്ക് എത്തിയതും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തായാലും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സ്ക്രീനിൽ കാണിക്കാൻ എനിക്കൊരു ഒരു പാട്ട് കണ്ടിരിക്കുന്ന ഒരു ഫീലിൽ ഈ സിനിമ വന്നിട്ടുണ്ട്. അനശ്വരയുടെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇമോഷൻസ് ഭയങ്കര രസമുണ്ട്. എനിക്ക് പറഞ്ഞു തീരുന്നില്ല ഈ സിനിമയെ കുറിച്ച്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം ആയിരിക്കണം, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല. അല്ലേ, നിങ്ങൾക്ക് അറിയാം, കണ്ടവർക്ക് മനസ്സിലാവും അത്. ഓക്കെ അല്ലേ? നല്ല സിനിമ. താങ്ക് യു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ നമുക്ക് വിളിച്ചോ? താങ്ക് യു ഗൈസ്. അതിന് മറുപടി പറയാൻ പറ്റില്ല. ശരി, ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ആ സിനിമ ഒന്നും കൂടി എടുത്ത് കാണണമെന്നൊക്കെ പറയും. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതെ, ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് അതാണ്. ഇനി കാണാനുള്ളവർക്ക് ഒരു സ്പോയിലർ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്തായാലും എല്ലാവരോടും പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തൊക്കെയാണെന്ന് പറയരുത്. ഈ സിനിമ കാണാൻ എല്ലാവരോടും പറയും. അതെ, മമ്മൂക്കയുടെ സമ്മതം ഇല്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മള് കണ്ട സ്ക്രീനില്, കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ജെന്യുവൻ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തന്നെയാണ് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ബാക്കിയുള്ള തിയേറ്റേഴ്സിനുള്ള റിവ്യൂസ് എടുത്തോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എല്ലാം ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എന്തായാലും 2025 നല്ലൊരു തുടക്കം. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് കാണട്ടെ. ശരി, സ്പ്രെഡ് ദ വേൾഡ്. ഓക്കെ അല്ലേ? ശരിയാണ്. ഓഡിയൻസ് ആയിട്ട് ഇരുന്ന് കാണുമ്പോഴാണ് ശരിക്കും സിനിമയുടെ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് കിട്ടുക. സിനിമ നല്ലതാണെങ്കിൽ ഇനി കൂടുതൽ പ്രൊമോഷൻസ് ചെയ്യുക, വളരെ കോൺഫിഡൻസിൽ നമുക്ക് ആളുകളോട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇനി എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നല്ലൊരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടവർക്കെല്ലാം തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസസ് അതാണ്. അപ്പൊ ഇനി ധൈര്യമായിട്ടും നിർബന്ധിച്ച് സിനിമ കാണിക്കാം. കാര്യം ഇത്തരത്തിലൊരു സിനിമ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ ആ സിനിമ കാണണം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സിനിമാ പ്രേമികൾക്കും സിനിമാ ആരാധകർക്കും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു എന്താ പറയാ, അതെ, ഒരു ഫീൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇതിന്റെ ആദ്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച മുതൽ അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പം എല്ലാവരും വരിക തിയേറ്ററിലേക്ക്. ഇതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടിരുന്ന സിനിമ അതിന്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം വന്ന് കാണൂ. എനിക്ക് പറയുന്നതിന് കുറെ പരിധികളുണ്ട്. പക്ഷെ സിനിമ നല്ല സിനിമയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. താങ്ക് യു. ഓക്കെ, ഓക്കെ.
ശ്രീഷ്മ വണ്ടിക്ക ജോഫിന്റെ മാജിക് ആണ്, തീർച്ചയായിട്ടും ജോഫിന്റെ മാജിക്. ക്രൂവും പ്രഷറൊക്കെ ആയിട്ടാണ് ഇരുന്ന് കണ്ടേ. ചേട്ടന്റെ പൊന്നേട്ടാ, നിങ്ങൾ ഇടിച്ചിട്ടില്ലേ? ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കണ്ടപ്പോൾ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും കാണാനുള്ള ഒരു സിനിമ കാണുക. താങ്ക് യു. എല്ലാരും കാണുക പ്ലീസ്. എല്ലാരും സിനിമ കാണുക. ഇതുവരെ ഇന്റർവ്യൂനൊന്നും വരാത്ത ഒരാളാണ് നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. സോ നല്ല രസമായിരുന്നു. യെസ്, നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. ആശുഖുണ്ട്, അങ്ങോട്ട് പോകാം. ഏതോ തീർച്ചയായിട്ടും അതിനേക്കാളും ഹാപ്പിയാണ്. ഓക്കെ, ഇറങ്ങിക്കോട്ടെ. എടാ ഒന്ന് മാറിക്കോട്ടെ. ആസിഫ് ആണ്ട് കാച്ചി രണ്ടാണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ല. പിന്നെ എല്ലാരും പറയുന്നത് നല്ല രസമുണ്ട്. ഞാനും തിയേറ്ററിൽ കാണുന്നത് ആദ്യമായിട്ടാണ്.